ആദ്യം തന്നെ ചേച്ചി എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറയും. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ നാടൻ വർഷക്കായിട്ട് നമ്മളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി നാടൻ ചീര. നമ്മുടെ നിഷാറോയി ഫ്രണ്ട് ബിന്ദു നമുക്ക് വയനാട്ടിൽ നിന്ന് കുറച്ച് നല്ല നാടൻ ചീര, നല്ല കാന്താരി മുളക് കൊണ്ടുവരുന്നത്. നമുക്ക് അതുകൊണ്ടൊരു തോരൻ, ചീര പരിപ്പ് കൊണ്ടൊരു തോരനാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യത്തിന് ചേച്ചി 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പരിപ്പ് ഒരു 1/2 കിലോ പരിപ്പ് മേടിച്ച് വേവിച്ച്, അത് ഇങ്ങനെ തിളച്ച് വന്നതാണ്, പൊട്ടിയിട്ട് പരിപ്പ് മേടിച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയുണ്ട്, ഒരു തേങ്ങ, ജീരകം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, വറ്റൽമുളക്. ഇത്ര സാധനമാണ് നമുക്ക്, ഒരു 2 കഷ്ണം വെളുത്തുള്ളി, കാന്താരി മുളക്. ഇത്ര സാധനമാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആശംസകൾ പറഞ്ഞതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്റ്റൗ കത്തിച്ച് വെച്ചിട്ടുണ്ട്, ഒരു വലിയൊരു ഉള്ളി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒരു 150ഓളം എണ്ണ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണ ചട്ടിയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിടാം. നല്ല ഫ്രഷ്, നല്ല പച്ച ചീരയുണ്ട് കേട്ടോ, നല്ല ഫ്രഷ് ചീരയും. നമുക്ക് നാടൻ, നമ്മുടെ നല്ലൊരു നമ്മൾ വരവ് ചീരയിലെ നാടൻ ചീരയുണ്ട്. ചീരയും പരിപ്പും കൂടി തോരൻ, ചീരയും ചെമ്മിനും കൂടി തോരൻ, നല്ല വെറൈറ്റി ഒരു സാധനമുണ്ട്. അപ്പോൾ നമുക്ക് കടുകിടാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കൊരു 2 സ്പൂണ് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഈ വർഷത്തെ എല്ലാവരുടെയും സങ്കടങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും എല്ലാം ഈ വർഷം കൊണ്ട് എല്ലാവരുടെയും ഒഴിഞ്ഞു പോട്ടെ. എല്ലാവർക്കും നാളെ സന്തോഷകരമായി നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരിക്കണം. എല്ലാവരും നല്ല സേഫ്റ്റി ആകണം. നല്ല രീതിയിലുള്ള ജീവിതം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ചേച്ചി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നിങ്ങളും ചേച്ചിയുടെ മോളുടെ വിവാഹം നല്ല രീതിയിലാകണമെന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. നമ്മുടെ കടുക് പൊട്ടി ഞാനൊരു 4-5 വറ്റൽമുളക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലോണം തീർത്ത് പൊട്ടണം, അല്ലെങ്കിൽ കടുക് പൊട്ടാത്ത കടുകുണ്ടെങ്കിൽ അതൊരു വല്ലാത്തൊരു ഇതായിരിക്കും. അപ്പോൾ നമ്മുടെ ഉണക്കമുളക് ഇട്ട് അത് നല്ലോണം ഒന്ന് വാടിയതിന് ശേഷം നമുക്കിത് ആവശ്യത്തിനുള്ള കറിവേപ്പില അതിട്ട് നല്ലോണം വാടിയതിന് ശേഷം നമുക്ക് സവാള, ഞാൻ 2 വലിയ സവാളയും എടുത്ത് വെച്ചത്. നമുക്ക് ഈ സവാള ഒന്ന് വാടി വരുത്താം. ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അപ്പുറത്ത് തേങ്ങയുടെ പരിപാടി നോക്കാം. ചേച്ചി മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ചേച്ചി 2 തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ചീരക്ക് എപ്പോഴും തേങ്ങ കൂടുതൽ എടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്തായിട്ട് കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം ജീരകം ഇടാം. നമുക്ക് മഞ്ഞൾപ്പൊടി, ഞാൻ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് കാന്താരി മുളക്, നല്ല ഫ്രഷ് നമ്മൾ തോട്ടത്തിൽ നിന്ന് പറിച്ച കാന്താരി മുളക്. ഒരു 5-8 കാന്താരി മുളകുണ്ട്, ഒരു 4 ചെറിയ അല്ലി വെളുത്തുള്ളിയുണ്ട്, കറിവേപ്പില, ബാക്കി മിച്ചം വന്ന കറിവേപ്പിലയും കൂടി നമുക്കിതിനകത്തൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ചതച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ സവാള ഒക്കെ നല്ലോണം വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ കുറച്ച് ഇടുന്നുള്ളൂ, നമുക്ക് നോക്കിയിട്ട് ഉപ്പിടാൻ. ചീരയാണ്, അപ്പം അതിൻ്റെ ഉപ്പിൻ്റെ ഭാഗം നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റിയല്ല. ഞാനൊരു സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. നമ്മൾ പരിപ്പിലും ഉപ്പിട്ടിട്ടാണ് വേവിച്ചേക്കുന്നത്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് സവാള.
ഇനി നമുക്ക് ഇതിനകത്തായിട്ട് ചീര നമ്മൾ ചെറുതാക്കി നല്ല കുനുകുന അരിഞ്ഞു വെച്ചേക്കണ ചീര നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് എല്ലായിടവും പിടിക്കണമെങ്കിൽ നമ്മൾ ഇതൊന്ന് നല്ലോണം ഒന്ന് അടി മറച്ച് കൊടുത്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉപ്പ് പിടിക്കുള്ളൂ. ഈ ചീര കട്ട പോലെ ഇരിക്കും. ചീരയും കേവലൊക്കെ നമ്മൾ ചിക്കുമ്പോൾ അതൊരു കട്ട പോലെ വരും. അപ്പോൾ നമ്മളത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കണം. ഒരു തുള്ളി വെള്ളാംശം ഉണ്ടായിരുന്നു. നമ്മൾ എപ്പോൾ ചീര അരിയണമെങ്കിൽ ചീര ആദ്യം കഴുകി വാരി വെള്ളം പോണ ഒരു കൊട്ടയിലെടുത്ത് വെക്കണം. ആ വെള്ളം പോയതിന് ശേഷമേ നമ്മൾ ചീര അരിയാവുള്ളൂ. ഒരു തുള്ളി ജലാംശം ചീരക്ക ഉണ്ടെങ്കിൽ നമ്മൾ ആ കറി കൊള്ളിയല കഴിക്കും. ഒട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ കഴിക്കും. അപ്പോൾ അതേപോലെ നല്ല ഉണങ്ങിയ രീതിയിൽ വേണം ഇതിരിക്കുക. അത് കണ്ട ചേച്ചി വെളുപ്പിനെ തന്നെ അരിഞ്ഞു വെച്ചാണ്. വന്ന പാട് ചേച്ചി അരിഞ്ഞു വെച്ചതാണ്. ഉണ്ടല്ലേ നമ്മൾ ചട്ടിയിൽ ഇട്ടപ്പോൾ ചട്ടി നിറച്ച് ചീര ഉണ്ടായി. ഇതിന് വാടി വരുമ്പോൾ ഇതിൻ്റെ ഒരു കാലിലൊരു ഭാഗം പോലും ഉണ്ടായി. അപ്പോൾ നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒന്ന് മൂടി വെക്കണം. ആവിയിൽ വേണം ഇത് വേകാൻ. എല്ലാവരും ഇപ്പോൾ ചീരയുടെയൊക്കെ സീസണാണ്. ഇപ്പോൾ എല്ലാ വീടുകളിലും, ഇപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ എല്ലാ വീടുകളിലും ഉണ്ട് ചീര. അപ്പോൾ എല്ലാവരും ഈ ചീര മേടിച്ച് ഇത് നമുക്ക് ചുവപ്പ് ചീരയുണ്ട്, പച്ചച്ചീരയുണ്ട്. പക്ഷേ ഏറ്റവും ഗുണം പച്ചച്ചീരക്കാണ്. പക്ഷെ കാണാൻ നല്ലൊരിത്, കഴിക്കാനൊരു രസം നമ്മുടെ ചുമലച്ചീരക്കാണ്. അപ്പോൾ എല്ലാവരും ചേച്ചി ചെയ്യുമ്പോൾ ഈ ചീര മേടിച്ചിട്ട് പരിപ്പിട്ട് ഇത് തോരനുണ്ടാക്കി വെക്കും. പരിപ്പ് നമ്മൾ എപ്പോഴും ഒറ്റക്ക് വേവിക്കണം. പരിപ്പ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ അത് ഓഫാക്കണം. ഉപ്പിട്ട് 2 മുളകും കൂടി കീറിയിട്ട് പരിപ്പ് വേവിക്കുക. വെള്ളം ഇല്ലാതെ പരിപ്പ് എടുത്തിട്ട് നമ്മൾ അത് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ചീര നല്ലോണം വാടി നല്ല റെഡിയായിട്ട് നമുക്ക് ഇതിനകത്തായിട്ട് തേങ്ങ, നമ്മൾ ഒതുക്കി വെച്ചേക്കണ തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ചിക്കും. ചീര അധികം വേഗരുതും. അരപ്പിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പവും വളരെ രുചികരവുമായ ഒരു റെസിപ്പിയാണ് ചീരത്തോരൻ. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മുടെ അരപ്പ് ഇട്ടിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് ആയതും നമുക്കിനി ഇതിനകത്ത് പരിപ്പും ചേച്ചി വേവിച്ചിട്ടേക്കണ പരിപ്പും. അപ്പോൾ നമ്മളുടെ വീഡിയോകളുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി കമൻറ്റ് ബോക്സിൽ എഴുതുക. സൈഡിലൊരു മണിക്കൂട്ടനുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ മക്കളെ. അപ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും ചേച്ചി പുതിയ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുകയുള്ളൂ. നിങ്ങളതൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിതിൻ്റെ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പ് പോരാ. നമ്മൾ ഇടുമ്പോൾ ഇത്തിരി കുറച്ചിടണമെന്ന് ചീര ഏതാണ് നമുക്ക് അതിനൊരു അളവ് അറിയാൻ പറ്റും. അപ്പം ഞാൻ ഒരു കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് സ്റ്റവ് ഓഫാക്കാം. നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഇനി ഇതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാം. വയ്ക്കും. അപ്പോൾ നമ്മുടെ ചീരയും പരിപ്പും വെറൈറ്റി തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളെല്ലാവരും വളരെ രുചികരവും വളരെ എളുപ്പവുമായിട്ടുള്ള റെസിപ്പിയാണ്. ഇതേപോലെ നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ചീര ഇപ്പോൾ എവിടെ നോക്കിയാലും ചീരയുണ്ട്. ചീര മേടിച്ച് തന്നെ ഉണ്ടാക്കി നോക്കും.
അപ്പം നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി അടുത്ത വർഷം കാണാം. താങ്ക് യു.